ചുവന്ന വളകൾ. ഇതൊരു യഥാർത്ഥ കഥയാണോ അതോ കെട്ടുകഥയാണോ എന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. പക്ഷേ എന്റെ ജീവിതത്തിൽ നടന്ന ആ സംഭവം രാത്രിയുടെ നിശബ്ദതയിൽ ഇപ്പോഴും എന്നെ പേടിപ്പെടുത്താറുണ്ട്. അന്ന് രാത്രി ഏകദേശം 10 മണിയായി കാണും. എന്റെ സുഹൃത്ത് ആൽബിന്റെ വീട്ടിൽ നിന്ന് ബൈക്കിൽ തിരിച്ചു വരികയായിരുന്നു ഞാൻ. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി വിജനമായ ഒരു റോഡിലൂടെയായിരുന്നു യാത്ര. ഇരുവശത്തും കാടുകൾ നിറഞ്ഞ വളവുകളുള്ളൊരു വഴി. സാധാരണയായി ആരും രാത്രിയിൽ അതുവഴി പോകാറില്ല. പക്ഷേ എനിക്കതൊരു എളുപ്പവഴിയായിരുന്നു. ചന്ദ്രന്റെ നേരിയ വെളിച്ചം മാത്രം വഴികാട്ടിയായി മുന്നോട്ടു പോകുമ്പോൾ പെട്ടെന്നാണ് എന്റെ ബൈക്കിന്റെ ഹെഡ്ലൈറ്റിൽ ഒരു രൂപം തെളിഞ്ഞത്. ഒരു സ്ത്രീ. റോഡിന്റെ നടുവിൽ ചുവപ്പു നിറമുള്ള സാരിയും അതേ നിറത്തിലുള്ള വളകളും ധരിച്ച് അവൾ നിന്നു. സമയം പാതിരാത്രിയോടടുക്കുമ്പോൾ ആ വിജനമായ സ്ഥലത്ത് ഒരു സ്ത്രീയെ കണ്ടപ്പോൾ എനിക്കൊരു നേരിയ ഭയം തോന്നി. പക്ഷെ അവൾ കൈകാണിച്ച് ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒരു നിമിഷം ഞാൻ അമ്പരന്നു. "എന്താ ഇവിടെ?" ഞാൻ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. പകരം ബൈക്കിന്റെ പിന്നിലേക്ക് കയറാൻ ആംഗ്യം കാണിച്ചു. അവളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. മുടി മുന്നിലേക്ക് വീണുകിടന്നിരുന്നു. ഞാൻ മടിച്ചാണെങ്കിലും അവളെ കയറ്റി. വണ്ടി മുന്നോട്ടെടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു തണുത്ത കാറ്റെന്നെ പൊതിഞ്ഞതുപോലെ തോന്നി. അന്തരീക്ഷത്തിൽ പെട്ടെന്നൊരു മൂകത പരന്നു. ഏകദേശം 1 കിലോമീറ്ററോളം പിന്നിട്ടപ്പോൾ ഞാൻ അവളെ നോക്കി. "എവിടെ ഇറങ്ങണം?" ഞാൻ ചോദിച്ചു. അവൾ വിരൽ ചൂണ്ടി മുന്നോട്ട് കാണിച്ചു. വഴിയരികിൽ ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട വീട്. ജനലുകളും വാതിലുകളും ഇല്ലാത്ത ആ വീട് കണ്ടപ്പോൾ എന്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞുപോയി. ആരും താമസിക്കാത്ത ആ വീട്ടിലേക്കാണോ ഇവൾ പോകുന്നത്? വീടിനു മുന്നിൽ ബൈക്ക് നിർത്തിയപ്പോൾ അവൾ ഇറങ്ങി. ഇറങ്ങിയതും എന്റെ കൈയിൽ അവളുടെ ചുവന്ന വളകളിലൊന്ന് തട്ടി വീണു. "ഈ വളയെടുത്തോ," അവൾ പറഞ്ഞു. അവളുടെ ശബ്ദത്തിലൊരു നേരിയ വ്യത്യാസം. പക്ഷെ ആ നിമിഷം ഞാനതത്ര കാര്യമാക്കിയില്ല. "ഞാനിതെടുത്തോളാം, നാളെ തരാം" എന്നു പറഞ്ഞ് ഞാൻ ബടബട എന്ന് ബൈക്ക് വിട്ടു. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ എനിക്കൊരു ധൈര്യവും തോന്നിയില്ല. നേരെ വീട്ടിലെത്തി ബൈക്ക് പാർക്ക് ചെയ്യുമ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന വളയിലേക്ക് ഞാൻ നോക്കി. അത് സാധാരണ വളയായിരുന്നില്ല. മനുഷ്യന്റെ എല്ലുകൾ കൊണ്ട് നിർമ്മിച്ചൊരു വളയായിരുന്നു അത്. എന്റെ നെഞ്ച് അതിവേഗം മിടിക്കാൻ തുടങ്ങി. ആ വള എന്റെ കയ്യിൽ നിന്ന് താഴെ വീണു. പിറ്റേന്ന് രാവിലെ എനിക്കൊന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. തലേന്നത്തെ സംഭവം എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഞാൻ എന്റെ സുഹൃത്ത് ആൽബിനെ വിളിച്ച് വിവരം പറഞ്ഞു. അവൻ എന്നെ സമാധാനിപ്പിച്ച് ആ വീടിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ പഴയ വീട്ടിലേക്ക് പോയി. വീടിന്റെ പുറകിലായി ഒരു ചെറിയ കിണറുണ്ടായിരുന്നു. ആ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അതിനുള്ളിൽ ഒരു സ്ത്രീയുടെ അസ്ഥികൂടം. അവളുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന വളകൾ എന്റെ കയ്യിൽ നിന്ന് വീണ വളയെപ്പോലെ തന്നെ എല്ലുകൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. പോലീസെത്തി പരിശോധിച്ചു. ഏകദേശം 10 വർഷം മുൻപ് കാണാതായ ഒരു സ്ത്രീയുടേതായിരുന്നു ആ മൃതദേഹം. അവളുടെ വളകൾ കാണാതായ വസ്തുക്കളിലൊന്നായിരുന്നു. ആരോ അവളെ കൊന്ന് കിണറ്റിലിട്ടതായിരുന്നു. ആ സംഭവത്തിനു ശേഷം ഞാൻ രാത്രിയിൽ ആ വഴി പോകാറില്ല. എന്റെ കയ്യിൽ നിന്ന് വീണ ആ വള ഇപ്പോഴും എന്റെ മേശപ്പുറത്തുണ്ട്. ഓരോ തവണ അതിലേക്ക് നോക്കുമ്പോഴും ആ ചുവന്ന വളകളുള്ള സ്ത്രീയെ ഞാൻ ഓർക്കും. അവൾക്ക് നീതി ലഭിച്ചോ ആവോ? ഒരുപക്ഷേ അവൾക്ക് പറയാനുണ്ടായിരുന്ന കഥ ആ രാത്രി എന്നെ തേടിയെത്തിയതാവാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു.